ഇപ്പോഴിതാ നമ്മളൊക്കെ വല്ലാത്തൊരു ടെൻഷനിലാണ്. എന്തേ CA വരുന്നു, നമ്മുടെ പൗരത്വം ചോദ്യം ചെയ്യപ്പെടുന്നു, ഇനി നമ്മളൊക്കെ വീടൊഴിഞ്ഞു പോകണമത്രേ. എന്തു ചെയ്യുമെന്നറിയാതെ ഇരയെ പേടിപ്പിച്ച് ഫാസിസം വല്ലാതെ നമ്മുടെ ക്ഷമ പരീക്ഷിക്കുമ്പോ ധൈര്യമായിരുന്നോ? ഏത് വലിയ ശക്തിയുടെയും മുകളിൽ രാജാധിരാജനായ റബ്ബുണ്ട്. ഖുലില്ലാഹുമ്മ മാലിക്കൽ മുൽക്കി തൂത്തിൽ മുൽക മൻ തശാ വതൻസിഉൽ മുൽക മിമ്മൻ തശാ വതുഇസ്സു മൻ തശാ വതുദില്ലു മൻ തശാ ബിയദികൽ ഖൈർ. അല്ലാഹു നമ്മളോട് അതാ പ്രാർത്ഥിക്കാൻ പറയാണ്, മാലിക്കുൽ മുൽക്കായ റബ്ബേ, നീയാണ് അധികാരം കൊടുക്കുന്നത്, നീയാണ് അധികാരത്തിൽ നിന്ന് താഴെ ഇറക്കുന്നത്, നീയാണ് അന്തസ്സ് കൊടുക്കുന്നത്, നീയാണ് നിന്ദ്യത കൊടുക്കുന്നത്. റബ്ബേ കൈയൊഴിയല്ലേ എന്ന് മനസ്സുരുകി പ്രാർത്ഥിക്കാൻ നമുക്കെന്തേ പ്രിയപ്പെട്ട സഹോദര സഹോദരി തടസ്സമുള്ളത്? നിരാശപ്പെടണ്ട. നിരാശ മുഅ്മിനിന് പറ്റിയതല്ല. ക്ഷമിക്ക്, സഹിക്ക്, ക്ഷമയോടെ സഹനത്തോടെ റബ്ബിനോട് തേട്. മഹാനായ മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു സദസ്സിൽ നിന്ന് പിരിഞ്ഞു പോകുന്നതിൻ്റെ മുമ്പ് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. അല്ലാഹുമ്മ ഖസിം ലനാ മിൻ ഖശിയതിക മാ തഹൂലു ബിഹി ബൈനനാ വബൈന മആസിക് വമിൻ ത്വാഅതിക മാ തുബല്ലിഗുനാ ബിഹി ജന്നതക വമിനൽ യഖീനി മാ തുഹവ്വിനു ബിഹി അലൈനാ മസാഇബദ് ദുനിയാ വമത്തിഅനാ അല്ലാഹുമ്മ ബിഅസ്മാഇനാ വഅബ്സാരിനാ വഖുവാതിനാ അബദൻ മാ അഹ്യൈതനാ വജഅൽഹുൽ വാരിസ മിന്നാ واجعل ثأرنا على من ظلمنا وانصرنا على من عادانا ولا تجعل مصيبتنا في ديننا ولا تجعل الدنيا أكبر همنا ولا مبلغ علمنا ولا تسلط علينا من لا يرحمنا ولا تسلط علينا من لا يرحمنا. ഞങ്ങളോട് കരുണ കാണിക്കാത്ത അധികാരികൾക്ക് നീ ഞങ്ങൾക്ക് മേൽ അധികാരം കൊടുക്കല്ലേ അല്ലാ. എന്താ ഇതൊക്കെ പ്രാർത്ഥിക്കാൻ നമുക്ക് തടസ്സം? എന്തിനായി നിരാശപ്പെടുന്നത്? എല്ലാം പോവുകയാണെങ്കിൽ പോവട്ടെ. ഈമാനോടുകൂടെ ഇരിക്ക്, ദൃഢമായ നല്ല വിശ്വാസത്തോടുകൂടെ ഇരിക്ക്. ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. റഹ്മാനായ റബ്ബിൻ്റെ ആ കൃത്യമായ പ്രഖ്യാപനത്തിൽ അടിയുറച്ച് വിശ്വസിക്ക്. വമയ്യ തവക്കൽ അലല്ലാഹ്, അല്ലാഹുവിൽ ആര് ബരമേൽപ്പിക്കുന്നുവോ ഫഹുവ ഹസ്ബുഹു, അവൻ അല്ലാഹ് മതി. ഹസ്ബുനല്ലാഹ് വനിഅമൽ വകീൽ, ഞങ്ങൾക്ക് അല്ലാഹു മതി. പക്ഷേ നമ്മളൊരു കാര്യം അവിടെയും ശ്രദ്ധിക്കണം. അല്ലാഹുവിനോട് നമ്മൾ ഇങ്ങനെയൊക്കെ തേടുമ്പോൾ ആ തേടുന്ന കരങ്ങൾ ശുദ്ധമാവണ്ടേ. അല്ലാ നീ ഞങ്ങളെ സഹായിക്കണം, നീ ഞങ്ങളെ രക്ഷിക്കണം എന്ന് പറയുമ്പോൾ ആ ദുആ അല്ലാഹു സ്വീകരിക്കണമെങ്കിൽ ദുആ ചെയ്യുന്ന നമുക്ക് ചില ക്വാളിറ്റി ഉണ്ടാവണ്ടേ. ആ ക്വാളിറ്റി നമ്മൾ നിലനിർത്താതെ പേരിൽ മാത്രം മുസ്ലിമായി ജീവിച്ചിട്ട് അല്ലാ രക്ഷിക്കണേ എന്ന് പറഞ്ഞാൽ അല്ലാഹ് ഉത്തരം ചെയ്യുമോ? അതിന് നമ്മൾ മാറണം. നമ്മുടെ ജീവിതത്തിലൊരു മാറ്റം വരുത്തണം. നമ്മളൊന്ന് ശുദ്ധിയാവണം. റബ്ബിനോട് നമ്മൾ ചോദിച്ചാൽ കിട്ടാൻ മാത്രം ഒരു അടുപ്പമുണ്ടാകണം. തഹജ്ജുദിന് എഴുന്നേൽക്ക്, സുബഹിക്ക് മുമ്പേ എഴുന്നേൽക്ക്. ഇപ്പം റമദാനാകുമ്പോൾ നമ്മളൊക്കെ എഴുന്നേൽക്കും. കാരണം ആ നേരത്ത് എന്തെങ്കിലുമൊക്കെ ഭക്ഷണം കഴിക്കണ്ടേ. അപ്പം പണ്ട് കാലത്ത് എഴുന്നേൽക്കാത്തവർ പോലും സുബഹിക്ക് മുമ്പ് എഴുന്നേൽക്കുന്ന കാലമാണ്. റബ്ബോ, റഹ്മാനായ റബ്ബാണെങ്കിൽ ചോദിച്ചു കൊണ്ടിരിക്കുകയാണ്, മയ്യദുഊനി, ആരുണ്ട് എന്നോട് ദുആ ചെയ്യാൻ, ഞാൻ ഉത്തരം തരാം. ആരുണ്ട് എന്നോട് പാപമോചനത്തിന് തേടാൻ, ഞാൻ പൊറുത്തു തരാം. ആരുണ്ട് എന്നോട് ആവശ്യങ്ങൾക്ക് വേണ്ടി ചോദിക്കാൻ, ഞാൻ അവന് ഉത്തരം തരാം എന്ന് റബ്ബ് പ്രത്യേകം ഓഫർ പ്രഖ്യാപിച്ചിട്ടുള്ള ഓഫറിൻ്റെ ഉത്തരം നൽകുന്ന പെരുമഴക്കാലമാണ്. ഏത്? സുബഹിക്ക് തൊട്ട് മുമ്പുള്ള സമയമെന്ന് മുത്തു മുസ്തഫ പറയുന്നുവെങ്കിൽ ആ സമയത്ത് എഴുന്നേറ്റ് ചോദിക്കൂ സഹോദര സഹോദരി, റബ്ബേ നീ ഞങ്ങളെ കൈവടിയല്ലേ. ഉത്തരം കിട്ടും, ഉറപ്പാണ്. ഉത്തരം കിട്ടും, ഉറപ്പാണ്.